ഞാനൊരു വചനം ഇവിടെ വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 25-26 വാക്യങ്ങൾ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ വരാൻ കാരണം എനിക്ക് ഈ ഭക്തനെ അറിയാം, പക്ഷേ ഒരുപാടൊന്നും അടുത്തിടപെട്ടിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്നവരും അനുഭവസ്ഥരുമായ ആളുകൾ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കാമല്ലോ എന്നോർത്ത് വന്നതാണ്. ഇപ്പോൾ കുണ്ടറയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒരുപാട് ആശ്വാസം തോന്നി. ഈ ഭൂമിയിൽ യേശു കർത്താവിനെ വിശ്വസിച്ച് കർത്താവിൻ്റെ വചനങ്ങൾ അതുപോലെ ഏറ്റെടുത്ത് വ്യാജമൊന്നും കാണിക്കാതെ കഴിവിൻ്റെ പരമാവധി സത്യസന്ധതയോടെ ജീവിച്ചാൽ ആ മനുഷ്യൻ ഒരു തോറ്റ മനുഷ്യനാണ്, അല്ലെങ്കിൽ വിജയിച്ചില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാലും അദ്ദേഹമാണ് വിജയിച്ചത് എന്നുള്ളത് സത്യമാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം വ്യത്യസ്തമാണ്. പണവും മറ്റ് പദവികളും ഉണ്ടെങ്കിലേ ഒരാൾ അംഗീകരിക്കപ്പെടത്തുള്ളൂ. പക്ഷെ സ്വർഗം നമ്മളീ കാണുന്നതിനേക്കാളെല്ലാം വ്യത്യസ്തമായിരിക്കും. നമ്മൾ ചിന്തിക്കുന്ന ഒന്നും ആയിരിക്കുകയില്ല അവിടെ നമ്മൾ കാണാൻ പോണത്. കാരണം യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നല്ലോ. 2 കാശിട്ട വിധവയെയും ധനവാന്റെ പടിപ്പുരയ്ക്കൽ കിടന്ന ലാസറിനെയും കല്ലെറിഞ്ഞ് കൊല്ലുവാൻ കൊണ്ടു നിർത്തിയ സ്ത്രീയെയും കുഷ്ഠരോഗിയായ ശിമോൻ്റെ വീട്ടിൽ വന്ന കാൽക്കലിരുന്ന് കരഞ്ഞ പാപിനിയായ സ്ത്രീയെയും ആദരിക്കുകയും പ്രശംസിക്കുകയും ചെയ്ത യേശു ഭരിക്കുന്ന സ്വർഗരാജ്യത്തിൽ നമ്മളിന്ന് കാണുന്ന സിസ്റ്റമൊന്നും ആയിരിക്കത്തില്ല. ആ കാര്യത്തിൽ എനിക്കൊട്ടും സംശയമില്ല. അതുകൊണ്ട് എനിക്ക് ഇന്ന് കൂടുതൽ ഇവിടെ പറയാൻ അനുഭവ ബന്ധവുമുള്ള ആളുകളാണ് കൂടുതൽ പറയേണ്ടത്. അവർക്ക് ഞാൻ അവസരം കൊടുക്കുന്നു. എനിക്ക് ഈ കുട്ടികളെ കൂടുതൽ പരിചയമുണ്ട്. അവരുടെ ശുശ്രൂഷയിലെ ദൈവം കൊടുത്ത ടാലൻറ്റുകളും അവരുടെ ആത്മാർത്ഥതയും അവരിൽ വ്യാപരിക്കുന്ന അഭിഷേകവും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമേ കുടുംബത്തെ പിന്നെയും കുഞ്ഞുങ്ങളെ പിന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ദൈവദാസന്മാർ ഇവിടെയുണ്ട്. ബഹുമാനപ്പെട്ട പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്ററും മറ്റ് ദൈവദാസന്മാർക്കെല്ലാം ഞാൻ വന്ദനം പറയുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കൂടി വന്ന മുഴുവൻ ജനത്തെയും ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എനിക്ക് ഓർപ്പിക്കാനുണ്ട്. അത് യേശു കർത്താവ് പറഞ്ഞ വാക്കാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. രണ്ടാമത് വീണ്ടും പറയുന്നു, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. 2 കാര്യമാണത്. ആദ്യത്തേത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അവസ്ഥയിൽ നിന്ന് ഉയർക്കുന്ന കാര്യമാണ്. അതിനുശേഷം ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ, അഥവാ ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവൻ, അവൻ പിന്നെ മരിക്കുകയില്ല. അപ്പം കർത്താവായ യേശുവിനെ നമുക്ക് ബഹുമാനവും വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കുറേ കൂടെ വ്യക്തത നാം പ്രാപിക്കേണ്ടതാണ്. ഈ ഭൂമിയിലേക്ക് വേണ്ടിയുള്ള ഒരു കാര്യപരിപാടിയായിട്ട് ഈ മാർഗത്തെ നമ്മൾ കാണാതെ അക്കരെ നാട്ടിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട പരിപാടിക്ക് വേണ്ടിയാണ് ബൈബിൾ, ദൈവവചനം, യേശുക്രിസ്തു എന്ന തിരിച്ചറിവോടുകൂടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും സ്നേഹത്തോടെ പറയുന്നു. മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു തമ്പുരാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒന്നുകൂടെ പറയാം, ഒരു മതങ്ങളെയും ഞങ്ങൾ ചെറുതാക്കുകയോ അപമാനിക്കുകയോ ഒന്നും ചെയ്യല. പക്ഷെ ഒരു സത്യം നിങ്ങളോട് പറയാം, മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചൊരു ക്ലാരിറ്റിയുള്ള വാക്ക് യേശുവല്ലാതെ ആരും പറഞ്ഞതായി എൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടിട്ടില്ല. യേശുവിൻ്റെ വാക്കുകൾ വളരെ കൃത്യതയാണ്, ഊഹങ്ങളല്ല. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ
ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഇത്ര കൃത്യതയോടെ പറഞ്ഞ വേറെ ഏതെങ്കിലും പുസ്തകമോ വ്യക്തികളോ ഉണ്ടോ? അങ്ങനെയെങ്കിൽ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെങ്കിൽ അതിനു വേണ്ടിയല്ലേ ജീവിക്കേണ്ടത്? അതിനുവേണ്ടിയല്ലേ പ്രസംഗിക്കേണ്ടത്? അതിനുവേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടത്? കയ്യിലുള്ളത് മുഴുവൻ കൊടുത്താൽ എന്താ കുഴപ്പം? ഒരു ജീവിതം കഴിഞ്ഞ് ഈ ജീവിതത്തിന് ഒരു എക്സ്റ്റൻഷൻ കിട്ടുമോ? കഴിഞ്ഞ ദിവസം 2 മക്കൾ ഓസ്ട്രേലിയയിലും 2 മക്കൾ അമേരിക്കയിലുമുള്ള ഒരു അപ്പന് വേണ്ടി മക്കൾ നാട്ടിൽ വന്ന് ഓപ്പറേഷൻ നടത്തി. അപ്പന് ആയുസ് കിട്ടാൻ, രോഗത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ ഏറ്റവും ചിലവ് കൂടുതലുള്ള ആശുപത്രി പോയി. ഓരോ ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ഓപ്പറേഷൻ കഴിഞ്ഞു. 48 ലക്ഷം രൂപ ചിലവായി. എല്ലാം കഴിഞ്ഞിട്ട് പിള്ളേർ പോകാൻ നേരത്ത് ഡോക്ടറോട് ചോദിച്ചു, സാറേ ഞങ്ങളുടെ അവധി കഴിഞ്ഞ് പോവുക, ഇനി എങ്ങനെയുണ്ട് പപ്പയുടെ കാര്യം? ഇനിയും പപ്പയ്ക്ക് 2 കൊല്ലത്തേക്ക് ഒന്നും പേടിക്കേണ്ടത്. ഇപ്പം 2 കൊല്ലം ജീവിക്കാൻ 48 ലക്ഷം രൂപ മുടക്കാമെങ്കിൽ 10,000 കൊല്ലം നീട്ടിത്തരുന്ന ഒരു പ്രോഗ്രാം ഞങ്ങൾ തരാം. എത്ര മുടക്കും? ഇത്രയേ ഉള്ളൂ പറയാം. ബാക്കി ഇവിടെ നടക്കുന്ന കൺവെൻഷനിലൊക്കെ വന്നാൽ ബാക്കി പറയാം. ഇവിടെ ഇപ്പം കരയാനൊന്നുമില്ല, സന്തോഷിക്കാനേ ഉള്ളൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.